മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഫർണസ് എന്ന പേറ്റന്റ് ടെക്നോളജി ആയിട്ടുള്ള ഫർണസിൻ്റെ കേരളത്തിലെ വിതരണക്കാരായ എൻഷുറ എൻ്റർപ്രൈസസ് ഞങ്ങൾ കൊടുക്കുന്ന യൂട്യൂബിൽ കൊടുക്കുന്ന വീഡിയോകളിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൊടുക്കുന്ന റീലുകളിലുമെല്ലാം വരുന്ന കമൻറ്റിന് അവരുടെ സംശയങ്ങൾക്ക് ആ സംശയം ദൂരീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന വീഡിയോയ്ക്കകത്തും അല്ലെ ഫേസ്ബുക്കിലൊക്കെ റീൽസിനൊക്കെ അടിയിൽ കുറേ സംശയങ്ങൾ നിൽക്കുന്നുണ്ട് ആൾക്കാർക്ക്, കുറേ കമൻസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും അതിനകത്ത് കാണാൻ പറ്റുന്നത് ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പ്രകാരം ഇത് കത്തിച്ച് കളയാൻ പറ്റുമോ എന്നൊരു സംശയം നിൽക്കുന്നു. അവർക്ക് ഒരാൾ കമന്റ് ചെയ്തേക്കുന്നത് കത്തിക്കാൻ പാടില്ല, കത്തിച്ചാൽ 5000 രൂപ ഉടനെ ഫൈൻ അടിക്കുമെന്നാണ്. അപ്പോൾ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? അതിനകത്ത് ആധികാരികത എന്താണ് ഇതിൻ്റെ അകത്ത്? ഈ റൂളിൻ്റെ അകത്ത് പറയുന്ന ഒരു വ്യക്തമായിട്ട് പറയുന്ന സംഭവമുണ്ട്. 1500 കലോറിഫിക് വാല്യൂവിന് മേളിലുള്ള എല്ലാ സാധനങ്ങളും അത് കത്തിച്ച് കളയണം എന്ന് തന്നെയാണ് റൂളിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ നമ്മളത് മുറ്റത്ത് പോലും ഇടരുത്, അല്ലെങ്കിൽ വെളിയിൽ പോലും ഇടരുത് എന്നുള്ളതാണ് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കത്തിക്കലെന്ന് പറയുന്ന കേസ് കൊണ്ട് എനിക്ക് മനസ്സിലായിടത്തോളം ഈ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനെ കുറിച്ചായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. റൂളിനകത്ത് പറയുന്നത് 1500 കലോറിഫിക് വാല്യൂവിന് മേലിലുള്ള എല്ലാ സാധനങ്ങളും, വേസ്റ്റായിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും കത്തിച്ച് കളയണം എന്ന് തന്നെയാണ് അതിൻ്റെ അകത്ത് റൂളിനകത്ത് പറയുന്നത്. അപ്പൊ ഇൻസർനേറ്റ് ചെയ്ത് കളയാമെന്നല്ലേ അതിനകത്തുള്ളത്? തീർച്ചയായിട്ടും അല്ലേ? ഇൻസർനേറ്റ് ഉപയോഗിക്കാമെന്നുള്ള വസ്തുത ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. MHM ഗൈഡ്ലൈൻസിനകത്ത് മിനിസ്റ്റർ ഓഫ് ഹൈജീൻ മാനേജ്മെന്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സാനിറ്ററി വേസ്റ്റ് ഇൻസിനറേറ്റ് ചെയ്യണമെന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ കുഴിച്ചിടരുത്, എറിഞ്ഞു കളയരുത്, കെട്ടിവെക്കരുത്, അത് ഇൻസിനറേറ്റ് ചെയ്യണമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂളിനകത്ത് ഇത്തരം സാനിറ്ററി വേസ്റ്റും ഇതുപോലെ കത്തിച്ച് കളയാൻ പറ്റുന്നോ കത്തിച്ച് കളയണം എന്ന് തന്നെയാണ് പറയുന്നത്. കമ്പോസ്റ്റബിൾ വേസ്റ്റ് എന്നുള്ള ഒരു സെക്ഷനുണ്ട്. ആ കമ്പോസ്റ്റബിൾ വേസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന എല്ലാ സാധനങ്ങളും കത്തിക്കാം. റീസൈക്കിൾ ചെയ്യാമെന്നോ റീസൈക്കിൾ ചെയ്യാം, റീയൂസ് ചെയ്യാമെന്നോ റീയൂസ് ചെയ്യാം. ഇതൊന്നും മാറ്റാത്ത സാധനങ്ങളുണ്ട്, ചില മെറ്റീരിയൽസുകളുണ്ട്. അത് ഇൻഫർമേറ്റ് ചെയ്ത് കളയണം അല്ലെങ്കിൽ കത്തിച്ച് കളയണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് റൂളിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് 1500 കലോറിഫിക് വാല്യൂവിന് മേലുള്ള ഉപയോഗശൂന്യമായ എല്ലാ സാധനങ്ങളും മുറ്റത്തോ വെളിയിലോ തൊടിയിലോ പറമ്പിലോ ഒന്നും ഇടാതെ കത്തിച്ച് കളയണം എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് അങ്ങനെ കമന്റ് ചെയ്യുന്നത്. അതെ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം നമ്മുടെ 800 ഡിഗ്രി ചൂടിൽ കത്തുകയെന്ന് പറയുന്നത്. 800 ഡിഗ്രി ചൂടിൽ കത്തുമെന്ന് ചിലർക്ക് സംശയങ്ങൾ അങ്ങനെ വരാറുണ്ട്. അതെന്താ? അത് തീർച്ചയായിട്ടും അതൊരു സംശയമാണ്. ഇതെങ്ങനെയാണ് ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഇത് ഉണ്ടാകുന്നുള്ളതാണ്. അത് ഇതിന് ആദ്യം ഒരു സെക്ഷൻ കൂടെ പറഞ്ഞിട്ട് വരും. ഇത് ബയോമാസ് കത്തിക്കാനായിട്ട് ചുഴലി രൂപത്തിലുള്ള ഉയർന്ന ഊഷ്മാവിലുള്ള തീ ആവശ്യമാണ് എന്നുള്ള തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ സാധനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് പല മാർഗങ്ങളിൽ കൂടെ നമുക്ക് ആ ഊഷ്മാവ് ഉയർത്താൻ പറ്റും. ഒന്ന് ബ്ലോവർ ഉപയോഗിക്കാം, ഫാൻ ഉപയോഗിക്കാം, ചുഴലി രൂപത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അതിനെല്ലാം സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഡിസൈനിൽ, ആ ഉപകരണത്തിൻ്റെ ഡിസൈനിലാണ് ആ ചുഴലി നമ്മൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് കാണുമ്പോൾ അറിയാം, തീ ചുഴലി പോലെ ആയിരിക്കും വന്നത്. ഈ ചുഴലിയുടെ ഒരു പ്രത്യേകത ഏത് ചുഴലിയാണെങ്കിലും, ചുഴലിക്കാറ്റാണെങ്കിലും ശരി, നമ്മുടെ ഇതിനകത്തുള്ള ചുഴിയാണെങ്കിലും ശരി, തീയാണെങ്കിലും ശരി, ഫയർ സൈക്ലോൺ ആണെങ്കിലും ശരി, അതിൻ്റെ സെൻട്രൽ കോറിൽ ഉണ്ടാകുന്ന ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ടെമ്പറേച്ചറായിരിക്കും. അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് എന്ത് വസ്തുക്കൾ ഇട്ടാലും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാതെ ഇത് കത്തിപ്പോകുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം. പിന്നെ ഒരു കാര്യമുള്ള നമ്മുടെ ഈ പേറ്റന്റ് സർട്ടിഫിക്കറ്റിനകത്ത്, അപ്പോൾ പേറ്റന്റ് സർട്ടിഫിക്കറ്റിനകത്ത് നമുക്ക് ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്തേക്കുന്ന കാര്യം എന്താണ്? അതായത് ഇതാണ് നമ്മുടെ പേറ്റന്റ് സർട്ടിഫിക്കറ്റ്. പേറ്റന്റ് സർട്ടിഫിക്കറ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നോൺ ടോക്സിക് ആൻഡ് പൊല്യൂഷൻ ഫ്രീ ഡിവൈസ് ഫോർ കമ്പഷൻ ഓഫ് കണ്ടിന്യൂസ് ഫീഡ് സോളിഡ് വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ പേറ്റന്റ് കിട്ടിയിരിക്കുന്നത്. നോൺ ടോക്സിക് ആൻഡ് പൊല്യൂഷൻ ഫ്രീ ഡിവൈസ് എന്ന് പറഞ്ഞതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം വിഷവാതകമോ അല്ലെങ്കിൽ പൊല്യൂഷനോ ഇല്ലാതെ സാനിറ്ററി വേസ്റ്റും സോളിഡ് വേസ്റ്റും കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു ഉപകരണമാണെന്ന് ഗവൺമെന്റ് തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്, അല്ലേ? ചേട്ടൻ, അപ്പൊ ഈ നമ്മുടെ ഈ പ്രോഡക്റ്റിന് മാത്രമാണല്ലോ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതെ, ഈ പ്രോഡക്റ്റിനേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ആ കാര്യം ഓക്കെ. അപ്പൊ പിന്നുള്ളത് നമ്മുടെ ഈ ഫർണസിന്റെ
പേറ്റന്റ് കിട്ടിയിരിക്കുന്നത്. ആ പേറ്റന്റ് കിട്ടിയിരിക്കുന്നത് എന്താണ് പേറ്റന്റ് കിട്ടിയത്? അതിന്റെ സാങ്കേതിക വിദ്യക്കാണോ അതിന്റെ രൂപകൽപ്പനയാണോ എന്താണ്? ഇത് സാങ്കേതിക വിദ്യക്ക് ഇതിന്റെ സാങ്കേതിക വിദ്യക്ക് നമുക്ക് ഒരു പേറ്റന്റ് കിട്ടിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിന്റെ ഡിസൈൻ ഇല്ലേ, നമ്മുടെ ഇതിന്റെ രൂപകൽപ്പന അത് അനുകരിക്കാൻ മേലാത്ത രീതിയിൽ നമ്മളത് പേറ്റന്റിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും, ഇതിപ്പം ഞങ്ങളൊന്ന് മാറ്റി ഇത് ഡിസൈൻ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. വലിയ തുക പിഴ വരും. പിന്നെ കൂടാതെ ഈ സാങ്കേതിക വിദ്യ, അതായത് ഇതിൻ്റെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, ഇതിന് അളവുണ്ട്. ഈ ഒരു സിസ്റ്റത്തിനൊരു മെഷർമെൻ്റ് ഉണ്ട്. ആ മെഷർമെൻറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ട് ഒരു കാരണവശാലും നമുക്ക് കിട്ടത്തില്ല. അതായത് നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന, ഇപ്പോൾ ആൾക്കാരെ അനുകരിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഇതിങ്ങനെ ചെയ്യാം എന്ന് പറയും. അതിൻ്റെ ഒരു ഇത് കറങ്ങാനും അതിൻ്റെ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനകത്ത് ഒരു ചെറിയ അളവിൽ പോലും മില്ലിമീറ്ററിനകത്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ സാധനം വർക്കാവില്ല. വർക്കാകാതെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നിന്നുണ്ടാകുന്ന ആ കത്തലിൻ്റെ അളവ് കുറയും. അളവ് കുറയുന്നതിനനുസരിച്ച് ആ ചൂട് കുറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന വാതകങ്ങളുടെ വ്യത്യാസം വരും. അതായത് വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ സാങ്കേതിക വിദ്യയും രൂപകൽപ്പനയും അടക്കം ആർക്കും അനുകരിക്കാൻ പറ്റത്തില്ല. അനുകരിക്കുന്ന ആർക്കും വൻ തുക പിഴയും. തീർച്ചയായിട്ടും. അത് പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്കിത് 800 ഡിഗ്രി ചൂടിൽ കത്തുന്നു. 800 ഡിഗ്രി ചൂടിൽ എങ്ങനെയാണ് അത് കത്തുന്നത്? 800 ഡിഗ്രി ഈ 800 ഡിഗ്രി ചൂടിൽ കത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ രീതിയിൽ, ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പോയൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ബയോമാസ് കത്തിക്കാനായിട്ട് ചുരുളിയ രൂപത്തിലുള്ള തീ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ രീതിയിലൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണം, അടുപ്പിൽ നമ്മളൊരു തീ കത്തിക്കുമ്പോൾ പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് അറിയാം തീർച്ചയായിട്ടും. ഈ തീ കത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഊതിക്കൊടുക്കും. ഈ ഊതിക്കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഓക്സിജൻ നല്ലപോലെ ഫ്ലോ ചെയ്യും. ഈ ഓക്സിജൻ ഫ്ലോ ചെയ്യുമ്പോൾ തന്നെ തീ ആളിക്കത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതേ സംവിധാനം തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഓക്സിജൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കും. ആ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ഓക്സിജൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ തീയുടെ ജ്വലനം കൂടുമ്പോൾ ഊഷ്മാവ് ഉയരും. ഇതാണ് അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഡയപ്പറിന്റെ ഉള്ളിൽ ജെല്ലുള്ളതുകൊണ്ട് ഇത് എങ്ങനെയാണ് കത്തുന്ന ഒരു സംശയം ഉണ്ടാക്കുന്നതൊക്കെയാണ്. അതെങ്ങനെയാണ് ഡയപ്പർ കത്തുന്ന? ഡയപ്പർ അതിനുള്ള ജെല്ല് 100% പൂർണ്ണമായിട്ട് കത്തിപ്പോവും. ഡയപ്പർ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ, എല്ലാ യൂണിറ്റിനകത്ത് സ്റ്റിക്ക് ഉണ്ട്. ആ സ്റ്റിക്കെ കുത്തി ഈ യൂണിറ്റിന് മുകളിലോട്ട് വെക്കുക. അപ്പോൾ നമ്മൾ 100% പൂർണ്ണമായിട്ട് കത്തിത്തുറന്ന് പോകും. ജെല്ലും സ്കൂൾ വേസ്റ്റ് അടക്കം. ഓക്കെ. അപ്പം അങ്ങനെ ഡയപ്പർ പൂർണ്ണമായും നമുക്ക് മേലെ വെച്ച് കത്തിക്കാം. 100% പൂർണ്ണമായിട്ട് കത്തിക്കും. സാനിറ്ററി പാർട്സ് ആണ് നമുക്ക് അകത്തോട്ട് കൊടുക്കുക. ഡയപ്പർ ആകുമ്പോൾ ഒത്തിരി ഹ്യൂമൻ വേസ്റ്റ് എല്ലാം വരുന്ന കാരണം നമ്മൾ ഈ കുത്തി സ്റ്റിക്ക് ഉണ്ട്. ആ സ്റ്റിക്കെ കുത്തി നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലോട്ട് വെച്ച് കത്തിക്കുക. പിന്നെ ഇതിനകത്ത് കത്തിക്കാൻ പാടില്ലാത്ത സാധനം എന്താ? ഇതിനകത്ത് കത്തിക്കാൻ പാടില്ലാത്ത ഞാൻ എക്സ്പ്ലോഡ് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് പെർഫ്യൂം ബോട്ടിലെ ബാറ്ററി, സിഗരറ്റ് ലൈറ്റർ, പൊട്ടി തീർക്കുന്ന സാധനങ്ങൾ ഇതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ബ്ലാസ്റ്റ് ആകുന്ന സാധനങ്ങളൊന്നും ഇതിനകത്ത് എടുക്കുന്നത്. അത് നമ്മുടെ ഇതിനകത്ത് പറയുന്നു, നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന ബ്രോഷറിനകത്ത് എല്ലാം പറയുന്നുണ്ട്. മറ്റൊരു കമന്റ് ഉള്ളത്, ഇപ്പം നമ്മുടെ ഇത് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് ഡ്രമ്മിനകത്തിട്ട് കത്തിച്ചാൽ പോലെ എന്നൊരു, സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വെളിയിലിട്ട് കൂട്ടിയിട്ട് കത്തിക്കാം, അല്ലെങ്കിൽ ഡ്രമ്മിനകത്തിട്ട് കത്തിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെന്താ നമുക്ക് പറയാം? ഈ ഡ്രമ്മിൻ്റെ അകത്തിട്ട് കത്തിക്കുന്നതിൻ്റെ അകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഡ്രമ്മിൻ്റെ അകത്ത് വേസ്റ്റ് നിറച്ച് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പം ഈ ഡ്രമ്മ് ചൂടായി വരാനായിട്ട് നമുക്കൊരു 20 മിനിറ്റ് 30 മിനിറ്റോളം എടുക്കും. ഈ 30 മിനിറ്റ് നമ്മുടെ ഈ വേസ്റ്റ് പുകഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. പുകഞ്ഞാണ് കത്തുന്നത്. ആ പുകഞ്ഞ് വരുന്ന സംഭവത്തിനകത്ത് ഒരുപാട് ടെമ്പറേച്ചർ ഇല്ലാത്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് വരുന്ന വാതകങ്ങൾ വളരെ ടോക്സിക് ആയിരിക്കും. നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ അകത്തേക്ക് ചെല്ലുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചറിലേക്ക്, അത് ഒരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് നമുക്ക് ആ ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തും. അപ്പം അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ കൂടാതെ ഇതിനകത്തൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള വേസ്റ്റുകൾ കത്തിക്കണമെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഗാഡ്ജറ്റ് ഉപയോഗിച്ച് വേണം ഇത് കത്തിക്കാൻ എന്നുള്ളത് കൃത്യമായിട്ട് ഒരു നിർവചനമുള്ളതാണ്. അപ്പം അതിനകത്ത് നമുക്ക് പറഞ്ഞില്ലേ, ഈ പാറ്റന്റ് സർട്ടിഫിക്കറ്റിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നോൺ ടോക്സിക് ആൻഡ് പൊല്യൂഷൻ ഫ്രീ ഡിവൈസ്. നമ്മൾ പ്രത്യേകമായിട്ട് നാഷണലിൽ പറയുകയാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, ഗവൺമെൻറ് തന്നിരിക്കുന്ന പാറ്റന്റ് സർട്ടിഫിക്കറ്റ്. അപ്പം തീർച്ചയായിട്ടും വലിയ വ്യത്യാസങ്ങളാണ്. കാരണം ഇതൊരു പ്രോപ്പർ ഗാഡ്ജറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് കത്തിക്കാം. മറ്റേത് പ്രോപ്പർ ഗാഡ്ജറ്റ് അല്ലാത്തതുകൊണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ വിഷവാതകങ്ങൾ വരാം. അല്ല, അങ്ങനെയല്ല. ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഗാഡ്ജറ്റുകൾ, അത് കൃത്യമായിട്ട് ഇൻസിനറേറ്റ് ചെയ്യുന്ന, ഹൈ ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന
സാധനങ്ങളില്ല കത്തിച്ചോളാം. അതാണ് അപ്പോ വേറൊരു സംശയമുള്ളത്, ഇപ്പം ഈ പുകക്കുഴൽ ഇങ്ങനെ നീണ്ട പുകക്കുഴലുള്ള കുറെ ഇൻസിനറേറ്റർ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കുറെ വലിയ പുകക്കുഴലുകൾ ഇങ്ങനെ, അപ്പൊ നമ്മുടെ സാധനത്തിന് പുകക്കുഴൽ ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് പുകക്കുഴൽ ഇല്ലാത്തതെന്ന് ആൾക്കാർ ചോദിക്കുന്നത്? ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉയർന്ന ഊഷ്മാവ് കത്തുന്നതുകൊണ്ട് തന്നെ നേരിയ അളവ്, വളരെ നേരിയ അളവിൽ മാത്രമേ ഇതിനകത്ത് പുക ഉണ്ടാകുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പുകയുടെ ആവശ്യം ഇല്ലാതെ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ, ഈ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ 1 മിനിറ്റ് താഴെയുള്ള സമയം കൊണ്ട് ഇതിനകത്ത് ഹൈ ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പുക എന്ന് പറയുന്നത് വളരെ നോമിനലാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ പുക വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ നിറച്ചിട്ട് കത്തിക്കുക, അല്ലെങ്കിൽ ഇത് കത്തുന്നതിനേക്കാൾ കൂടുതൽ സാധനം ഇട്ട് കൊടുക്കുക, അങ്ങനെയുള്ള അവസ്ഥ മാത്രമേ ഇതിനകത്ത് നിന്ന് നമുക്കൊരു പുക വരാനുള്ള, അല്ലെങ്കിൽ തീരെ നനഞ്ഞ് വെള്ളം ഊർന്ന് നടക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ ഇതിനകത്ത് നിന്ന് പുക വരാനുള്ള കാര്യമുള്ളൂ. ഉയർന്ന ഊഷ്മാവ്, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഊഷ്മാവ് കംപ്ലീറ്റ് നമ്മൾ ഉയർന്ന ഊഷ്മാവ് കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അത് തന്നു കഴിയുമ്പോഴാണ് ഇതിനകത്ത് പറയാം അങ്ങനെ ഒരു സംഭവം പറയാൻ സാധ്യമാണ്. അപ്പൊ നോർമലി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇതിന് നേരിയ പുകയേ ഉള്ളൂ. അപ്പൊ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പിന്നെ പുകയില്ല. ആ അതിനൊരു പുകയുള്ള ആവശ്യം. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, വളരെ നോമിനൽ ആയിട്ടുള്ള സംഭവമുള്ളൂ. നമുക്ക് കണ്ടമാനമുള്ള ഒരു നമുക്ക് ഇറിറ്റേറ്റീവ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇത് എവിടൊക്കെയാണ് നമ്മുടെ ഈ ഫർണസ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഈ ഫർണസ് നമ്മൾ എവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ എല്ലാം ഉപയോഗിക്കാം. ഇതിപ്പോൾ നമുക്ക് സ്കൂളുകള്, ഹോസ്റ്റലുകള്, ക്ലിനിക്കുകള്, ഇപ്പം ബാർബർ ഷോപ്പുകള്, വീടുകള്, ഫ്ലാറ്റുകള്, വില്ലാസ്, എവിടെയെല്ലാം വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ എല്ലാം ഉപയോഗിക്കാം. ഇപ്പൊ കേരളത്തിൽ തന്നെ മെയിനായിട്ടുള്ള എല്ലാ ഫ്ലാറ്റുകളിലും തന്നെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ അമ്പലങ്ങളിലും പള്ളികള് പ്രധാന നഗരങ്ങളിലെല്ലാം ഉള്ള ഫ്ലാറ്റുകളും ബില്ലുകളെല്ലാം ഇപ്പൊ നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ പോർട്ടബിലിറ്റി എങ്ങനെയാണ്? പലർക്കും സംശയമുണ്ട്, ഇത് പോർട്ടബിൾ ആണോ, അപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, അതിന്റെ അവശിഷ്ടങ്ങൾ എങ്ങനെയാണ് കളയുന്നത്, അതേപറ്റി ഒന്ന് സൂചിപ്പിക്കും. ഈ പ്രൊഡക്റ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 17 കിലോയാണ്. ഇത് പോർട്ടബിൾ ആണ്. നമുക്ക് എവിടെ വേസ്റ്റ് ഉണ്ടാകുന്ന അവിടെ എടുത്തോണ്ട് ശ്രദ്ധിക്കാം. ഉദാഹരണം പറയുകയാണ്, ഇപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വേസ്റ്റ് അവിടെ കൊണ്ട് ശ്രദ്ധിക്കാം, ബൈക്ക് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ശ്രദ്ധിക്കാം, ഇപ്പൊ റൂഫിൽ ടോപ്പ് കിടക്കുന്നു അവിടെ എടുത്തോണ്ട് ശ്രദ്ധിക്കാം. എവിടെ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ എടുത്തോണ്ട് ശ്രദ്ധിക്കാൻ പറ്റും. ഇത് പോർട്ടബിൾ ആണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കമന്റ് വരുന്നത്, നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇതിനകത്ത് കത്തിക്കാവുന്ന പലരും ചോദിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കാവോ, കത്തിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ ഇത് ഫൈൻ അടിക്കത്തില്ല എന്ന് ചോദിക്കുന്നത്. അപ്പം പ്ലാസ്റ്റിക് കത്തിക്കാവുന്നുള്ളത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം. 2 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ ഇത് സംബന്ധിച്ച് അവർ ഇത് ഉപയോഗിക്കുന്നുണ്ടോ, അത് ജനത്തെ ഒന്ന് അറിയിക്കേണ്ടത്. നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക. ഇത് രണ്ടിനും പറ്റാത്ത സാധനങ്ങൾ ഇന്ന് നമുക്ക് കത്തിച്ചു കളയാം. ഇപ്പൊ ഹരിതകർമ്മസേന ആൾക്കാർ വരുന്നത് അവരെടുക്കാത്ത സാധനങ്ങൾ, ഈ റീസൈക്കിൾ ചെയ്യാൻ റീയൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ അത് കത്തിച്ചു കളയാം. ഹരിതകർമ്മസേന എടുക്കാൻ പറ്റുന്ന ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക. ബാക്കി റീസൈക്കിളോ റീയൂസോ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കത്തിച്ചു കളയാം. തീർച്ചയായിട്ടും. ഇനി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? വളരെയധികം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരള കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ട് നമ്മുടെ ചാനൽ പാർട്ണർ ആയിട്ടുണ്ട്. അപ്പോൾ അവരെടുത്ത് സർക്കാരിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, സർക്കാർ സംവിധാനങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് ഫോറൻസിക് ലാബിൽ നമ്മുടെ ഈ ഫർണസ് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫീസുകളിലും വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ലതെന്ന് തോന്നിയിട്ടാണ് ഈ പറഞ്ഞ പോലെ തീരദേശ വികസന കോർപ്പറേഷന്റെ അവര് തന്നെ ഇത് വാങ്ങി സർക്കാർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത്. അതാണ് അതിന്റെ കാര്യം. അതാണ്. പിന്നെ ആൾക്കാരെല്ലാരും നമുക്ക് ഈ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഒരു കപ്പാസിറ്റി എത്രയാണ്? ചിലർക്ക് മനസ്സിലാകുന്നില്ല ഇത് കപ്പാസിറ്റി എത്രയും പേശിനകത്ത് കത്തിക്കാൻ. അപ്പൊ ഈ ആൾക്കാരെ ചോദിക്കുമ്പോൾ ഇതിന്റെ സൈസ് കണ്ടിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഒന്ന് ഇത് വളരെ സ്മോളർ സൈസാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതിന്റെ അത് എങ്ങനെയാണ്. സ്മോൾ സൈസ് അല്ലല്ലോ ഇത്, 4 ഐറ്റം എന്ന് പറഞ്ഞാൽ മറ്റേ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേനും ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 1.25 അടിയാണ് അതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതേപോലെ ഒരു പൈപ്പിനകത്ത് ഇതെങ്ങനെ ഇത്രയും സാധനങ്ങൾ നമുക്ക് കത്തിച്ചു കളയാൻ പറ്റും എന്നുള്ളൊരു മെയിൻ ചോദ്യമാണ്. ഇത് എന്താ വെച്ചാൽ നമ്മള് പഴയ ഒരു സിസ്റ്റം അനുസരിച്ച് നിറച്ച് വെച്ച് കത്തിക്കുന്ന ഒരു പരിപാടിയല്ല. ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കത്തിക്കുക. ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇട്ട് കത്തിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഡ്രൈ വേസ്റ്റ് കത്തിക്കാൻ പറ്റുന്ന ഡ്രൈ വേസ്റ്റുകൾ നമ്മൾ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക. വേസ്റ്റാണ് ഇതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത്. ഇത് ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് ഇത് തീർന്നോണ്ടേ ഇരിക്കും. ഇപ്പം മറ്റേന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നിറച്ച് വെക്കുമ്പോൾ അതിന് ഒരു കപ്പാസിറ്റി പറയേണ്ടി വരും. ഇതെന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്ന സമയം ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കും. അതാണ് അതിന് അൺലിമിറ്റഡ് കപ്പാസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പൊ അൺലിമിറ്റഡ് കപ്പാസിറ്റിയാണ്. എത്ര ടൺ വേണമെങ്കിലും നമുക്ക് ഇത് കത്തിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും കത്തിച്ചോണ്ടിരിക്കും. യാതൊരു പ്രശ്നങ്ങളും യാതൊരു പ്രശ്നങ്ങളുമില്ല. കാരണം ഉയർന്ന ഊഷ്മാവ് അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പം എന്താണ് പറയുക, ഇത് ടെമ്പറേച്ചർ താഴ്ന്നു പോകാത്ത രീതിയിൽ കത്തുന്നതിനനുസരിച്ച് നമ്മൾ വേസ്റ്റ് ഇട്ടുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ, ഇതിന്റെ ആ മെറ്റീരിയൽ എന്താണെന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതൊരു സ്പെഷ്യൽ ഗ്രേഡ് സ്റ്റീലാണ്, ഇമ്പോർട്ടഡ് ആണ്. ഇത് 1500 ഡിഗ്രിക്ക് മുകളിൽ വിസ്റ്റാൻഡ് ചെയ്യുന്ന സ്റ്റീലാണ് ഇത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ടെമ്പറേച്ചർ 800 ഡിഗ്രിയാണ്. അപ്പൊ ഒരു കുഴപ്പമില്ല കത്തിക്കുന്നതിന്. ശരി. അപ്പം 1500 ഡിഗ്രി ചൂട് താങ്ങാൻ വരെ ശേഷിയുള്ള സ്റ്റീലാകുമ്പോൾ 800 ഡിഗ്രി ചൂടിൽ കത്തുന്നതുകൊണ്ട് ആ പ്രോഡക്റ്റിന് യാതൊരു കുഴപ്പം വരുന്നുണ്ട്. പിന്നെ ഇതിന് ഈ മെയിൻ്റെനൻസ് വരാൻ സാധ്യതകളുണ്ടോ? ഇതിനകത്തൊരു മൂവിംഗ് പാർട്സ് ഇലക്ട്രോണിക് കമ്പോണന്റ് ഒന്നുമില്ല. അതാണ് ഇതിനകത്ത് പ്രത്യേക മെയിൻ്റെനൻസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പൊ അഡീഷണൽ കമ്പോണന്റ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് മെയിൻ്റെനൻസിന് ആവശ്യം വരുന്നില്ല. ഒരു മൂവിംഗ് പാർട്സ് ഇല്ല, ഇലക്ട്രോണിക് കമ്പോണന്റ് ഇല്ല, ഒന്നുമില്ല. അതാണ് അതിന്റെ കാര്യം. അതെ. അപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം അർത്ഥവത്തായ രീതിയിൽ നടപ്പാക്കുവാൻ ഗവൺമെൻറ് പറയുന്ന പോലെ മാലിന്യം കത്തിച്ച് കളയാൻ പറ്റുന്ന മാലിന്യം പ്രത്യേക ഗാഡ്ജറ്റ് ഉപയോഗിച്ച് കത്തിച്ച് കളയണമെന്ന് ഗവൺമെൻറ്റിൻ്റെ റൂളുകളിൽ പറയുന്നുണ്ട്. അപ്രകാരം കത്തിച്ച് കളയാൻ പറ്റിയ ഒരു ഫർണസാണ്, പിന്നെ അംഗീകൃതമായിട്ടുള്ള ഒരു ഫർണസാണ് UR ഫർണസ്. അപ്പോൾ നമ്മളിവിടെ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള പല ദുരന്തങ്ങളിലും നമ്മൾ കാണുന്നത് മാലിന്യം വലിച്ചെറിയുന്നതുകൊണ്ട് പുഴയിൽ കൂടി ഒഴുകി വരുന്നു, കുന്നുകൂടി കിടക്കുന്നു. അപ്പോൾ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമെന്ന് അന്ന ആശയം നടപ്പാക്കുവാനായി ഏറ്റവും നല്ല പ്രയോജനപ്രദമായ ഒരു ഉപകരണമാണ് UR ഫർണസ്. തീർച്ചയായും ഈ ഫർണസ് ഉപയോഗിച്ച് നമുക്ക് മാലിന്യം നിർമ്മാർജ്ജനത്തിന് ഒന്നിച്ച് മുന്നേറാം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങാനായി അതിൻ്റെ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ അത് എത്തിച്ചു തരുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. ഇപ്പോൾ നമുക്ക് ലൈവ് ഡെമോ ഉള്ളത് കോട്ടയത്ത് പാലായിലും കോഴിക്കോട് ആണ് ഉള്ളത്. ഇപ്പോൾ താമസിയാതെ തിരുവനന്തപുരത്ത് എറണാകുളത്ത് നമ്മൾ അവരെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുടനീളം എവിടെയാണെങ്കിലും ഈ പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നതിന് യാതൊരു പ്രയാസവുമില്ല. ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നമുക്കത് ലഭ്യമാകുന്നതാണ്. ഇന്ത്യയിൽ മുഴുവൻ ഇത് എത്തിച്ചു തരാനുള്ള സംവിധാനം നിലവിലുണ്ട്. അപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയാൻ.